ജിൻഡോയെ തോൽപ്പിക്കാൻ PR ടീം നാറിയ കളികളാണ് കളിക്കുന്നത്. നിങ്ങൾക്ക് ജിൻഡോയെ ഇഷ്ടമാണെങ്കിൽ, ബിഗ് ബോസ് സീസൺ 6 വിജയായി ജിൻഡോയെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ കെണിയിൽ വീഴാതിരിക്കുക. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. എന്റെ വീഡിയോക്കടിയിൽ കുറച്ച് കമന്റ്സ് ഞാൻ കണ്ടു, ഒരേ മാതിരിയുള്ള കമന്റ്. പിന്നീട് ഞാൻ മറ്റുള്ള ചാനലുകൾ വിസിറ്റ് ചെയ്ത സമയത്തും ആ ഒരു കമന്റുകൾ കണ്ടതുകൊണ്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒരു കമന്റ് ഇങ്ങനെയാണ്: നമ്മൾ അൺഒഫീഷ്യൽ വോട്ട് കണ്ട് വോട്ട് കൊടുക്കാതിരിക്കരുത്. ജിൻഡോക്കും ജാസ്മിനും വോട്ട് കുറവാണ്. ടോപ്പ് 2 ഡിസർവ് ചെയ്യുന്നത് അവരാണ്. അവർക്ക് എല്ലാവരും ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യുക. ഇത് കണ്ടു കഴിഞ്ഞാൽ PR ടീമിന്റെ ഒരു കെണിയാണെന്ന് മനസ്സിലാകില്ല. വളരെ കൃത്യമാണ്, രണ്ടുപേരും ടോപ്പ് 2 ഡിസേർവിംഗ് തന്നെയാണ്. അവർ പറയുന്നത് രണ്ടുപേർക്കും ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യാനാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് ജാസ്മിനെയും കൂടി ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഈ കമന്റ് വാദിക്കുന്ന ആൾക്കാർ ഒരു ദിവസം ജിൻഡോക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം ജാസ്മിന് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ജാസ്മിന് ഹേറ്റേഴ്സ് ഉണ്ട്, ജാസ്മിന് വോട്ട് കിട്ടില്ല എന്ന് അറിയുന്ന ആൾക്കാർ, അതായത് PR ടീംസ് വളഞ്ഞ വൈ പിടിക്കുകയാണ്. ജിൻഡോ ഫാൻസിനെ കൊണ്ട് കൺഫ്യൂസ് ആക്കി അവരുടെ കുറച്ച് പിടിക്കാനുള്ള അടവാണ്. നിങ്ങൾ ജിൻഡോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാറിൽ പോയി ജിൻഡോക്ക് മാത്രം വോട്ട് ചെയ്യുക. അൺഒഫീഷ്യൽ പോൾ അല്ലാതെ ഹോട്ട്സ്റ്റാറിന്റെ പോളൊന്നും ഒരാൾക്കും അറിയാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഇമാതിരി ഡയലോഗ് അടിക്കുന്ന ആൾക്കാരെ വിശ്വസിക്കാതിരിക്കുക. എന്നിട്ട് പോയിട്ട് ജിൻഡോക്ക് മാത്രം നിങ്ങളുടെ വോട്ട് ചെയ്യുക. ഉറപ്പായിട്ടും ജിൻഡോ വിജയിക്കും. ഇനി അടുത്തൊരു കമന്റ് ആണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതായത് ഒഫീഷ്യൽ വോട്ടിംഗിൽ ജിൻഡോ പിന്നിലാണ്, എല്ലാവരും വോട്ട് ജിൻഡോക്ക് കൊടുക്കുക. ഇത്രയും നാൾ ഹാർഡ് വർക്ക് ചെയ്ത് പ്രേക്ഷകരെ വിശ്വസിച്ച് ഒറ്റക്ക് കളിച്ച ആളല്ലാതെ വേറെ ആരെയാണ് നമ്മൾ പ്രേക്ഷകർ വിജയിപ്പിക്കേണ്ടത്? വളരെ കൃത്യമാണ്. ജിൻഡോക്ക് വേണ്ടി സംസാരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ഇതിലൂടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ജിൻഡോ 2ാം സ്ഥാനത്തേക്കാണെന്ന് തോന്നിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. എന്നിട്ട് ഇൻ കേസ് ജാസ്മിൻ വിജയിച്ചു കഴിഞ്ഞാൽ ജിൻഡോ വോട്ടിംഗിൽ തന്നെയാണ് പിറകിൽ പോയതെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ലാതെ ജിൻഡോ ഇഷ്ടപ്പെടുന്നവർ ജിൻഡോക്ക് വോട്ട് ചെയ്യും. അൺഒഫീഷ്യൽ പോളുകൾ അല്ലാതെ ഹോട്ട്സ്റ്റാറിലുള്ള പോളുകൾ ഒരാൾക്കും അറിയാൻ കഴിയില്ല. അവ ഇമാതിരി തള്ള് പോസ്റ്റ് ഇടുന്നത് തന്നെ ജിൻഡോ ഫാൻസിനെ സ്പ്ലിറ്റ് ചെയ്യിക്കാനും കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കാനുമാണ്. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഈ പ്രാവശ്യം ജിൻഡോ അല്ലാതെ ഒരാൾ പോലും വിജയിക്കില്ല. കാരണം ജിൻഡോക്ക് ഓരോ പോളിനും 67%, അതായത് സമ്മർ മീഡിയറ്റിട്ടുള്ള പോളിൽ ജിൻഡോക്ക് 67%, ജാസ്മിന് വെറും 16%, അർജുന് 12%, അഭിഷേകിനും ഋഷിക്കും കൂടി 5%മാണ് വോട്ട് ലഭിച്ചിട്ടുള്ളത്. ഇന്നലെ ഇട്ടിട്ടുള്ള പോളാണ്. 3,47,000 പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസ് മല്ലു ടാക്സിലാണെങ്കിൽ ജിൻഡോക്ക് 52%, ജാസിന് 23%, അഭിഷേകിന് 7%, അർജുന് 16%, ശ്രീധുവിന് 2%. അതായത് വളരെ കൃത്യമാണ്. എല്ലാ പോളിലും ജിൻഡോ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ സീസണിലും ടോപ്പ് 1 കണ്ടസ്റ്റന്റ് അത് മാറാനൊന്നും പോകുന്നില്ല. ഈ ഒരു ട്രെൻഡ് തന്നെയാണ് ഹോട്ട്സ്റ്റാറിലും സംഭവിക്കാൻ പോകുന്നത്. അവസാന സ്ഥാനക്കാർ തമ്മിൽ ചെറിയ വോട്ടിങ്ങിന്റെ വ്യത്യാസമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ അൺഫെയർ എവിക്ഷൻ വരാറുണ്ട്. അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ 1ാം സ്ഥാനം ഒരിക്കലും തെറ്റില്ല. ജാസ്മിനുമായിട്ട് ഡബിളിന് മുകളിലുള്ള വ്യത്യാസമാണ് ജിൻഡോ ഉള്ളത്. ഒരിക്കലും ജിൻഡോ തോൽക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ കൺഫ്യൂഷൻ ആകാൻ ഇതുപോലെയുള്ള മാനിപ്പുലേഷൻ ഗെയിം അവർ കളിക്കും. അപ്പൊ അതിലൊന്നും പോയി പെടാതിരിക്കുക. നിങ്ങളുടെ വോട്ട് ഹോട്ട്സ്റ്റാറിൽ പോയി ജിൻഡോക്ക് മാത്രം ചെയ്യുക. ജിൻഡോ തന്നെ വിജയിക്കും. 100% ഷുവർ ആണ്. നിലവിലെ സാഹചര്യം ജിൻഡോ വിജയിക്കും. അപ്പൊ നിങ്ങൾ PR ടീമിന്റെ ചതിയിൽ പോയി പെടാതിരിക്കുക. ഏത് PR ടീമാണ് കളിക്കുന്നതെന്ന് പറയുന്നില്ല. ഈ കമന്റുകൾ എന്റെ വീഡിയോക്ക് അടിയിൽ ഒരുപാട് വന്നതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതുകൊണ്ടാണ് മറ്റുള്ള വീഡിയോ ചെക്ക് ചെയ്തതും. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.